വെൽക്കം ബാക്ക് ടു നയൻ സ്റ്റോക്ക് മഴ തോരും മുമ്പയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അങ്ങനെ ബാലചന്ദ്രൻ്റെ വീട്ടിൽ അലീനയുടെ പേര് പറഞ്ഞ് ഓരോരോ പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. വൈജയന്തി ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വന്നിട്ടുണ്ടായിരുന്നു. എങ്കിലും വൈജയന്തിക്ക് ഒട്ടും വയ്യ, സ്വന്തം കാര്യങ്ങൾ ചെയ്യാനോ ഒന്നിനുള്ളൊരു കഴിവില്ല. അപ്പോൾ എല്ലാം ചെയ്തു കൊടുക്കുന്നത് അലീനയാണെങ്കിലും ആയിരിക്കും അതിനോടൊന്നൊരു തൃപ്തിയില്ല. ബാലചന്ദ്രൻ്റെ വാശിപ്പുറത്ത് തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കെ തന്നെ വൈജയന്തിയുടെ ഒരു ദിവസത്തെ ചെക്കപ്പിന് പോകുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, വൈജയന്തിയുടെ മാനസികാസ്വസ്ഥതകളും കൂടി മാറിക്കിട്ടിയാൽ മാത്രമേ വൈജയന്തി പൂർണ്ണമായി ലൈഫിലോട്ട് തിരിച്ചു വരികയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയുള്ള കാര്യങ്ങളും കൂടി നിങ്ങൾ ചെയ്തു കൊടുക്കണം എന്ന് ഡോക്ടർ പറയുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് തന്നെ ബാലചന്ദ്രൻ എത്ര ആലോചിച്ചിട്ടും അതെങ്ങനെയാണ് ക്ലിയർ ആക്കേണ്ടതെന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. അപ്പം മനുവിനെ കണ്ട് സംസാരിക്കുന്നുണ്ട് ബാലചന്ദ്രൻ. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എനിക്ക് അലീനയെ ഇവിടുന്ന് പറഞ്ഞയക്കാൻ കഴിയില്ല മനു. ഞാനപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ മനു പറയുന്നുണ്ട്, അങ്കിളെ അവളെ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കണം എന്നല്ല പറയുന്നത്, കുറച്ച് നാളത്തേക്കെങ്കിലും ആൻറ്റി ബാക്ക് ടു ലൈഫ് തിരിച്ച് വരുന്നത് വരെയെങ്കിലും അവളെ നമുക്ക് ഇവിടെ നിന്ന് മാറ്റി നിർത്താം അങ്കിളെ എന്ന് പറയുമ്പോൾ അങ്കിൾ പറയുന്നുണ്ട്, ഓക്കെ മനു, ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബാലചന്ദ്രൻ അലീനയോട് പറയുകയാണ്, മോളെ അച്ഛന് 2 ദിവസത്തേക്കുള്ള ഡ്രസ്സ് ഒന്ന് പാക്ക് ചെയ്ത് വെക്കണം, അച്ഛനെ ഒരു സ്ഥലം വരെ ഒന്ന് പോവാനാണെന്ന് പറയുകയാണ്. അപ്പോൾ അച്ഛനോട് അവൾ ചോദിക്കുന്നുണ്ട്, എവിടേക്കാണ് അച്ഛാ ഈ സമയത്ത് ഞങ്ങളെ തരിച്ചിട്ട് പോകുന്നത്, ഇവിടെ ആരും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, ഇവിടെ ആരും വന്നൊരു പ്രശ്നം ഉണ്ടാക്കില്ല, ശിവശങ്കരൻ ഇനി ഈ പടി ചവിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, രാജീവനും വന്ന് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ മോള് പേടിക്കേണ്ട ആ കാര്യത്തിൽ. പിന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ മനുവിനെ വിളിച്ചാൽ മതി, മനുവിനോട് ഞാൻ എല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്, അവൻ ഓൺ ദ സ്പോട്ട് ഇവിടെ എത്തിക്കോളും. മോൾക്ക് എന്തെങ്കിലും പൈസയുടെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഗോവർദ്ധൻ അങ്കിളിനെ വിളിച്ചാൽ മതി, അവൻ വന്നോളും എന്ന് പറയുന്നുണ്ട് ബാലചന്ദ്രൻ. അപ്പോൾ ബാലചന്ദ്രനോട് വീണ്ടും അലീന ചോദിക്കുകയാണ്, അച്ഛാ എവിടേക്കാണ് പോണതെന്നെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോ, എന്തിനാണെന്ന് പറയണ്ട അച്ഛാ. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നല്ലൊരു കാര്യത്തിന് തന്നെയാണ് മോളെ പോകുന്നത്, അച്ഛൻ വന്നിട്ട് എല്ലാം വിശദമായിട്ട് മോൾക്ക് പറഞ്ഞു തരാം, മോൾ സങ്കടപ്പെടരുത്, സന്തോഷത്തോടു കൂടി ഇരിക്കട്ടാ എന്ന് പറഞ്ഞ് അവളോട് വളരെ സന്തോഷത്തോടു കൂടി അവളെ തലയിൽ ഒന്ന് തലോടിയിട്ടൊക്കെ കൃഷ്ണമോളോടും കൂടി യാത്ര പറഞ്ഞിട്ടാണ് ബാലചന്ദ്രൻ പോകുന്നത്. അപ്പോൾ ബാലചന്ദ്രൻ പോകുന്നത് എവിടേക്കാണെന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റാൻലിയെ കാണാനാണ്. ലാലിച്ചനെ കണ്ട് മോളെക്കുറിച്ച് സംസാരിക്കണം എന്ന് കരുതി തന്നെയാണ് ബാലചന്ദ്രൻ പോകുന്നത്. മനുവിനോട് അലീനയെ അവിടെ നിന്ന് പറഞ്ഞയക്കാം കുറച്ച് നാളത്തേക്കെന്ന് സമ്മതിച്ചിട്ടുണ്ടെങ്കിലും മനു വിചാരിച്ചിരിക്കുന്നത് എറണാകുളത്തേക്കായിരിക്കും ബാലചന്ദ്രൻ അവളെ പറഞ്ഞു വിടാമെന്നാണ്. പക്ഷേ ബാലചന്ദ്രൻ ഒരിക്കലും അവളെ പൂർണ്ണമായിട്ട് അങ്ങനെ ഒഴിവാക്കി വിടില്ല. ബാലചന്ദ്രനെ പോലെ തന്നെ ഉത്തരവാദിത്തമുള്ള ഒരു കൈകളിൽ മാത്രമേ ബാലചന്ദ്രൻ അലീനയെ ഏൽപ്പിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ബാലചന്ദ്രൻ പോകുന്നതിന് മുമ്പ് തന്നെ ഗംഗേട്ടനെ വിളിച്ചിട്ട് എല്ലാ കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും എന്ന് വെച്ചാൽ ലാലിച്ചൻ്റെ അഡ്രസ്സും ലാലിച്ചൻ എവിടെയാണ് താമസിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗംഗേട്ടൻ ചോദിക്കുന്നുണ്ട്, എന്താ ബാലചന്ദ്രൻ, എന്താണ് പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്, ഇനി അതിൻ്റെ പിന്നാലെ ഒന്നും പോവരുതെന്ന് പറയുമ്പോൾ, ഇല്ല ഗംഗേട്ട, ഞാൻ ഗംഗേട്ടന് തന്ന വാക്കാണ്, ഒരു നല്ല കാര്യത്തിനാണ്, ഗംഗേട്ടനോട് എല്ലാ കാര്യങ്ങളും ഞാൻ പിന്നീട് വിശദമായിട്ട് പറഞ്ഞു തരാം, എനിക്ക് പൂർണ്ണമായ വിലാസം എനിക്കൊന്ന് വാട്സപ്പ് ചെയ്ത് തരണം എന്ന് മാത്രമാണ് ബാലചന്ദ്രൻ പറയുന്നത്. അപ്പോൾ ഗംഗാധരന് ബാലചന്ദ്രനെ വിശ്വാസമാണ്. ബാലചന്ദ്രൻ ഇത്രയായിട്ടും അവരുടെ പെങ്ങളെ ഒന്ന് വേറെ രീതിയിലൊന്നും ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഇതൊക്കെ അറിഞ്ഞിട്ടും. അപ്പോൾ ആ കാര്യത്തിൽ ബാലചന്ദ്രനോടൊരു ബഹുമാനമാണ് ഗംഗാധരന്. അപ്പോൾ ഗംഗാധര മേനോൻ എല്ലാ ഡീറ്റെയിൽസും അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അഡ്രസ്സ് അയച്ച് കിട്ടിയതിന് ശേഷം വീണ്ടും ബാലചന്ദ്രൻ വിളിക്കുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രനോട് ഗംഗാധരൻ പറയുന്നുണ്ട്, ഗംഗേട്ടൻ പറയുന്നുണ്ട്, ബാലചന്ദ്ര ഇത് പഴയ അഡ്രസ്സാണ് കേട്ടോ, ഈ അഡ്രസ്സിൽ അന്വേഷിച്ചാലേ പുതിയ അഡ്രസ്സ് നമുക്ക് കിട്ടുള്ളൂ, വീടൊക്കെ എന്തായാലും ഒരു മാറിയിട്ടൊക്കെ ഉണ്ടാവണം, അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പൂർണ്ണമായ വിലാസം എനിക്കിപ്പോൾ തരാൻ കഴിയില്ല, ഈ അഡ്രസ്സിൽ അന്വേഷിക്കാം കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഗംഗാധര മേനോൻ കട്ട് ചെയ്യാണ്.
അപ്പോൾ നമ്മുടെ ബാലചന്ദ്രൻ ഇറങ്ങി തിരിക്കുകയാണ് പുനലൂർക്ക്. അപ്പോൾ പുനലൂരാണ് പുതിയ അഡ്രസ്സ് എന്നൊക്കെ ഉള്ളത് ബാലചന്ദ്രൻ കണ്ടെത്തി. പുനലൂർ വേറെ എവിടെയല്ല കേട്ടോ, നമുക്ക് പരിചയമുള്ള വീട് തന്നെയാണ്. ഷെറിൻ്റെ വീടുണ്ടല്ലോ, അതാണ്. അപ്പോൾ അന്ന് പറയുന്നുണ്ടല്ലോ ഷെറിന് 3 ആങ്ങളമാരാണ്. അതിൽ മൂത്ത ആങ്ങളെക്കുറിച്ച് അന്ന് ഇങ്ങനെ പറയുന്നുണ്ട്, പേരൊന്നും പറഞ്ഞില്ലെങ്കിലും. ഷെറിൻ്റെ ഏറ്റവും മൂത്ത ആങ്ങളെയാണ് കേട്ടോ സ്റ്റാൻലി എന്ന ലാലിച്ചൻ. അപ്പോൾ അവിടേക്കാണ് ബാലചന്ദ്രൻ എത്തുന്നത്. അപ്പോൾ ബാലചന്ദ്രൻ എത്തുമ്പോൾ അവിടെ എത്തുമ്പോൾ അവിടെ ഉണ്ടാകുന്നത് നാൻസി ഇല്ലേ, ഏറ്റവും ഇളയ അനിയൻ്റെ ഭാര്യയാണ് നാൻസി. അതായത് ലാലിച്ചൻ്റെ ഏറ്റവും ഇളയ അനിയൻ്റെ ഭാര്യ. അന്നും നമ്മളത് കാണിച്ചിരുന്നല്ലോ, രേവതിക്കുട്ടിയൊക്കെ ചെല്ലുമ്പോഴും നാൻസിയെ തന്നെയാണ് അവിടെ കാണിച്ചിരുന്നത്. അപ്പോൾ ബാലചന്ദ്രൻ ചെന്ന് കോളിംഗ് ബെല്ലടിക്കുമ്പോൾ വന്ന് ഡോറ് തുറക്കുന്നത് നാൻസിയാണ്. അപ്പോൾ നാൻസിയോട് ബാലചന്ദ്രൻ ചോദിക്കുകയാണ്, ഇത് സ്റ്റാൻലിയുടെ വീടല്ലേ? ഞാൻ സ്റ്റാൻലിയെ ഒന്ന് കാണാൻ വന്നതാണ്. അപ്പോൾ ബാലചന്ദ്രന് ഷെറിൻ്റെ സിറ്റുവേഷൻസോ ഒന്നും അറിയൊന്നുമില്ല കേട്ടോ. ബാലചന്ദ്രന് ലാലിച്ചനെ മാത്രമേ അറിയുള്ളൂ. അവരെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒന്നും വേറെ അറിയില്ല. അവർ 3 സഹോദരങ്ങളും ഒരു സഹോദരിയും ഉണ്ടെന്നറിയാം. അല്ലാതെ ഷെറിന് ഇങ്ങനൊരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു പെൺകുട്ടിയാണെന്നൊന്നും ബാലചന്ദ്രൻ അതുവരെ അറിയുന്നില്ല. അപ്പോൾ സ്റ്റാൻലിയെ കാണാൻ വന്നതാണ് എന്ന് പറയുമ്പോൾ നാൻസി പറയുന്നുണ്ട്, അയ്യോ ലാലിച്ചായൻ ഇവിടെ അല്ലല്ലോ താമസം, ലാലിച്ചായൻ വേറൊരു സ്ഥലത്താണ് താമസം, ഇവിടെ ഞങ്ങളാണ് താമസം, വേറെ ആരുമില്ല. അപ്പോൾ ലാലിച്ചായൻ്റെ ആരാ എന്ന് ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ ഒന്നും മിണ്ടാണ്ട് നിൽക്കുകയാണ് കേട്ടോ പെട്ടെന്ന്. അപ്പോൾ ആ വീട്ടിൽ ചെന്ന് ബാലചന്ദ്രൻ കോളിംഗ് ബെൽ അടിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആ വീടൊന്നും കാണുമ്പോൾ പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല കേട്ടോ. പക്ഷേ ഡോറ് തുറന്ന് ആൻസിയെ കാണുമ്പോൾ നമ്മളും പെട്ടെന്നൊന്ന് ഷോക്ക് ആവുകയാണ്. കാരണം പെട്ടെന്നൊരു കണക്ഷൻ വരികയാണല്ലോ. കാരണം ഓൾറെഡി ആൻസിയെ കാണിച്ചിട്ടുണ്ട്, അവിടെ ഷെറിനുള്ളത് നമുക്കറിയാം. അപ്പോൾ നമുക്ക് ടോട്ടലി ഒരു കണക്ഷൻ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് എല്ലാവരെയും അറിയാമെന്നുള്ളൊരിതായി. അങ്ങനെ ആൻസി അപ്പോൾ വളരെ നല്ല സ്വഭാവമാണല്ലോ, അന്ന് നമുക്ക് മനസ്സിലായതാണല്ലോ. വീട്ടിൽ വരുന്ന ഒരാൾക്കാരോട് വളരെ നല്ല രീതിയിൽ തന്നെയാണ് ആൻസി പെരുമാറുക. അപ്പോൾ അതേപോലെ തന്നെ ബാലചന്ദ്രനോട് അവൾ ചോദിക്കുന്നുണ്ട്, എവിടെ നിന്നാണ് വരുന്നത്, ഞാനിതുവരെ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് ചോദിക്കണം കേട്ടോ, എവിടെ നിന്നാണ് സാർ വരുന്നത്, കയറിയിരിക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ കോട്ടയത്ത് നിന്നാണ് വരുന്നത്, ഞങ്ങൾ പഴയ സുഹൃത്തുക്കളാണ്, ഞങ്ങൾ തമ്മിലിപ്പോൾ കോണ്ടാക്റ്റ് ഒന്നുമില്ല, പക്ഷേ എനിക്ക് സ്റ്റാൻലി ജോസഫിനെ കാണേണ്ട ഒരു അത്യാവശ്യമുള്ളത് കൊണ്ടാണ് ഞാൻ നേരിട്ട് തന്നെ വന്നത് എന്ന് ബാലചന്ദ്രനും വളരെ നല്ല രീതിയിൽ തന്നെയാണ് അവളോട് സംസാരിക്കുന്നത്. അപ്പോൾ എനിക്ക് സ്റ്റാൻലിയുടെ അറിയാവുന്ന അഡ്രസ്സ് ഇതാണ്, അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് ഇങ്ങോട്ട് തന്നെ വന്നത്. അപ്പോൾ നാൻസി പറയുന്നുണ്ട്, കയറിയിരിക്കൂ, ഞാൻ ലാലിച്ചായൻ്റെ പുതിയ നമ്പറും അഡ്രസ്സൊക്കെ എഴുതി തരാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഇല്ല ഇരിക്കുന്നില്ല, എനിക്ക് സ്റ്റാൻലിയെ കണ്ടിട്ട് ഇന്ന് തന്നെ മടങ്ങാനുള്ളതാണ്, എനിക്ക് മോളെ നമ്പറും അഡ്രസ്സൊക്കെ തന്നോളൂ കേട്ടോ എന്ന് പറയുമ്പോൾ ആൻസി വേഗം അകത്തേക്ക് പോവുകയാണ്. എന്നിട്ട് ആൻസി പോയി അഡ്രസ്സും ഫോൺ നമ്പറും ഒക്കെ എഴുതിയ ഒരു സ്ലിപ്പായിട്ടാണ് ആൻസി പുറത്തേക്ക് വരുന്നത്. ബാലചന്ദ്രൻ ആൻസിയോട് നന്ദിയൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിത്തിരിക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ ലാൽച്ചായനെ കാണണമല്ലോ. അങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ അന്വേഷിച്ച് ആ അഡ്രസ്സിലേക്ക് എത്തിപ്പെടുകയാണ്. അപ്പോൾ അവിടെ ആണെങ്കിലും അതിലേലും വലിയ പ്രോബ്ലമാണ് കേട്ടോ. സ്റ്റാൻലിയുടെ ലൈഫൊന്നും അത്ര ഹാപ്പിയൊന്നുമല്ല, വളരെ പ്രോബ്ലത്തിലാണ് സ്റ്റാൻലിയും ജീവിച്ചു പോകുന്നത്. അപ്പോൾ ബാലചന്ദ്രൻ ചെന്ന് ആ വീടിൻ്റെ കോമ്പൗണ്ടിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു സ്ത്രീ അവിടെ നിന്ന് ചെടിയൊക്കെ നനച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ ആ സ്ത്രീയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ചോദിക്കുന്നുണ്ട്, സ്റ്റാൻലിയുടെ വീടല്ലേ, സ്റ്റാൻലി ജോസഫിനെ കാണാൻ വന്നതാണ് ഞാൻ എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന മറുപടി, ഇവിടെയല്ല, ആളിപ്പോൾ ഇങ്ങോട്ടൊന്നും വരാറില്ല, കുറച്ച് നാളായി ഇങ്ങോട്ട് വന്നിട്ട് എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ ആകെ ഷോക്കാവുകയാണ്. ബാലചന്ദ്രന് വല്ലാത്തൊരു കൺഫ്യൂഷനായി മാറുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ ആ സ്ത്രീയോട് പറയുന്നുണ്ട്, എനിക്ക് സ്റ്റാൻലി ജോസഫിനെ അത്യാവശ്യമായിട്ടൊന്ന് കാണേണ്ട കാര്യം ഉണ്ടായിരുന്നു, എവിടെ പോയാലാണ് പുള്ളിക്കാരനെ ഒന്ന് കാണാൻ കഴിയുകയെന്ന് ചോദിക്കുമ്പോൾ ആ സ്ത്രീ പറയുന്നുണ്ട്, അവരെ പഴയ തറവാട് അറിയോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അറിയില്ല, അഡ്രസ്സ് തന്നാൽ ഞാൻ പൊയ്ക്കോളാം. അപ്പോൾ ആ സ്ത്രീ പറയുന്നുണ്ട്, അവരെ പപ്പയുടെ കൂടെ ആ വീട്ടിലാണ് താമസം, അവിടെ പപ്പയും സ്റ്റാൻലി ചയനും മാത്രമാണ് അവിടെ താമസിക്കുന്നത് എന്ന് ആ സ്ത്രീ പറയുകയാണ്.
അപ്പോൾ ആ സ്ത്രീ പറയാണ്, "ഓ ഞാൻ തരാലോ, അഡ്രസ്സ് തരാമെന്ന്" പറഞ്ഞു. ബാലചന്ദ്രൻ ആ സ്ത്രീ പറയുന്ന അഡ്രസ്സ് വേഗം ഫോണിൽ ഫീഡ് ചെയ്ത് വെക്കുകയാണ്. അങ്ങനെ ബാലചന്ദ്രൻ അവിടെ നിന്ന് യാത്ര തിരിച്ച് നമ്മുടെ സ്റ്റാൻലി ഉള്ള വീട്ടിൽ എത്തിപ്പെടുകയാണ് കേട്ടോ. അപ്പോൾ സ്റ്റാൻലി ഉള്ള വീട്ടിലെത്തി സ്റ്റാൻലിയെ കാണുകയാണ് നേരിട്ട്. അപ്പോൾ രണ്ടാളും ബാലചന്ദ്രനും സ്റ്റാൻലിയും നേരിട്ട് ഇതുവരെ കണ്ടിട്ട് പോലുമില്ല. അപ്പോൾ കാണുമ്പോൾ തന്നെ ഞാൻ സ്റ്റാൻലി ജോസഫിനെ കാണാനായിട്ട് കോട്ടയത്ത് നിന്ന് വരികയാണെന്ന് പറയുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ സ്റ്റാൻലിയോട് പറയുകയാണ്, എനിക്ക് ഞാൻ നിങ്ങളെ അന്വേഷിച്ച് കുറേ വലഞ്ഞിട്ടാണ് ഇവിടെ എത്തിപ്പെടുന്നത് എന്ന് പറയുമ്പോൾ സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്, എനിക്ക് ആളെ മനസ്സിലായില്ല, എന്താ കാര്യം, എന്താണ് എന്നെ കണ്ടിട്ടുള്ള അത്യാവശ്യം എന്ന് ചോദിക്കുമ്പോൾ പറയുകയാണ്, വളരെ ഗൗരവമുള്ള ഒരു കാര്യം എനിക്ക് സംസാരിക്കാനുണ്ട്, നമുക്കല്പം നടക്കാം എന്ന് ബാലചന്ദ്രൻ പറയുകയാണ്. കാരണം ബാലചന്ദ്രൻ ഇതെങ്ങനെ സ്റ്റാൻലിയെ അടുത്ത് പ്രസൻറ്റ് ചെയ്യണം എന്നറിയില്ലല്ലോ. അപ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, ഓ അതിന് കുഴപ്പമൊന്നുമില്ല, ഇവിടെ വേറെ ആരുമില്ല, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ സംസാരിച്ചോളൂ എന്ന് പറയുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറയുകയാണ്, ഞാനിവിടെ വരെ എത്തുമെന്നോ നിങ്ങളെപ്പോലെ ഒരാളെ കാണണമെന്നോ കണ്ട് സംസാരിക്കേണ്ടി വരുമെന്നോ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാനാണിപ്പോൾ ഇവിടെ വരെ എത്തിപ്പെട്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഒന്നും മനസ്സിലാവാതെ സ്റ്റാൻലി ബാലചന്ദ്രൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ പറയുകയാണ്, നിങ്ങൾ കാരണം കുറച്ച് മാസങ്ങളായിട്ട് എനിക്കോ എൻ്റെ കുടുംബത്തിനോ ഒരു സമാധാനം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിനെല്ലാത്തിനും ഒരു പോംവഴി ഇനി നിങ്ങൾ തന്നെയാണ് കാണേണ്ടത് എന്നൊക്കെ ബാലചന്ദ്രൻ പറയുമ്പോഴും സ്റ്റാൻലിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ സ്റ്റാൻലി ആണെങ്കിൽ കുറച്ച് സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടറാണ് കേട്ടോ. അപ്പോൾ സ്റ്റാൻലി പറയുകയാണ്, നിങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് വ്യക്തമായിട്ട് പറയൂ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് വ്യക്തത കിട്ടണമെങ്കിൽ എൻ്റെ പേരോ എൻ്റെ വീട്ടഡ്രസ്സോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവണമെന്നില്ല, ഒരുപക്ഷെ എൻ്റെ ഭാര്യയുടെ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് പറയുമ്പോൾ സ്റ്റാൻലിക്ക് ആകെ ഒരു കൺഫ്യൂസ്ഡ് ആവുകയാണ്, എന്താണ് ഈ വ്യക്തി പറയുന്നത് എന്ന് ഉള്ളൊരു കൺഫ്യൂഷൻ. അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുകയാണ് സ്റ്റാൻലിയുടെ അടുത്ത്, നിങ്ങൾ ആഗ്രയിലല്ലേ വർക്ക് ചെയ്തിരുന്നത്? ആഗ്ര കൺട്രോൾമെൻറ്റിലല്ലേ നിങ്ങൾ ഒരുപാട് നാൾ വർക്ക് ചെയ്തിരുന്നത്? ഒരു ഗംഗാധര മേനോൻ്റെ കീഴിൽ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ തന്നെ സ്റ്റാൻലിക്ക് മുഖമൊക്കെ പെട്ടെന്ന് ഇങ്ങനെ മാറുകയാണ് കേട്ടോ. ഗംഗാധരൻ എന്ന പേര് പറഞ്ഞപ്പോൾ തന്നെ സ്റ്റാൻലിക്ക് എന്തോ ഒരു ഡൗട്ട് ഫീൽ ചെയ്ത പോലെ ബാലചന്ദ്രന് മനസ്സിലായി. മുഖത്തെ അത്രയും നേരമുണ്ടായിരുന്ന ഒരു മാറ്റം പെട്ടെന്ന് സംഭവിച്ച പോലെ. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഗൗരവത്തിൽ സ്റ്റാൻലി ഇങ്ങനെ പറയുകയാണ് കേട്ടോ. സ്റ്റാൻലി ചോദിക്കുകയാണ്, നിങ്ങൾ ഈ പഴയ ചരിത്രം ഇങ്ങനെ പറയാതെ നിങ്ങൾ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയൂ, എനിക്ക് അതാണ് അറിയേണ്ടത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നിങ്ങൾ പറയുന്നത് എന്താണെന്ന്. അപ്പോൾ ബാലചന്ദ്രൻ നമ്മുടെ സ്റ്റാൻലിയുടെ ഫേസിൽ നിന്നും തിരിഞ്ഞ് നിന്നിട്ട് ബാലചന്ദ്രൻ ചോദിക്കുകയാണ്, നിങ്ങൾ ഗംഗാധര മേനോൻ്റെ ഒരു സഹോദരിയെ ഓർക്കുന്നുണ്ടോ? നിങ്ങൾ മറന്നിട്ടുണ്ടാവില്ല എന്ന് എനിക്കറിയാം. അങ്ങനെ ഒരാളെ പരിചയപ്പെട്ടിരുന്നതും അങ്ങനെ ഒരാളെ പ്രണയിച്ചിരുന്നതും നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുകയാണ്. അപ്പോൾ സ്റ്റാൻലി പറയുകയാണ്, നിങ്ങൾ ഈ പഴയ കഥകൾ പറയൽ നിർത്തിയിട്ട് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ കാര്യത്തിലേക്ക് വരൂ എന്ന് പറയുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ തിരിഞ്ഞ് സ്റ്റാൻലിയുടെ മുഖത്ത് നോക്കി പറയുകയാണ്, അതെ, അത് തന്നെയാണ് പറഞ്ഞു വരുന്നത്, ഞാൻ ആ വൈജയന്തിയുടെ ഹസ്ബൻഡാണ് ബാലചന്ദ്ര മേനോൻ. അപ്പോൾ ബാലചന്ദ്രൻ അത് പറഞ്ഞപ്പോഴേക്കും വല്ലാത്തൊരു ടെൻസ്ഡ് ആവാണ് സ്റ്റാൻലിക്ക് പെട്ടെന്നൊരു ഷോക്കേറ്റ പോലെ. തൻ്റെ പഴയ കാമുകിയുടെ ഭർത്താവ് അതുമെല്ലാം അറിഞ്ഞിട്ടാണ് ബാലചന്ദ്രൻ വന്നിരിക്കുന്നത് എന്ന് ഇങ്ങനെ സ്റ്റാൻലിക്ക് വിശ്വസിക്കാൻ കഴിയാത്ത പോലെയായി സ്റ്റാൻലിക്ക്. ഒരുപക്ഷേ സ്വപ്നത്തിൽ പോലും സ്റ്റാൻലി പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ലല്ലോ ഇങ്ങനെ വൈജയന്തിയുടെ ഹസ്ബൻഡ് ഇങ്ങനെ അന്വേഷിച്ച് വരും, അങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ ഫേസ് കൊടുത്ത് നിന്ന് സംസാരിക്കേണ്ടി വരും എന്നൊന്നും ഒരാളും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ഇതിനേക്കാളും ഞെട്ടലുള്ളൊരു കാര്യം പറയാനാണല്ലോ ബാലചന്ദ്രൻ വന്നിരിക്കുന്നത്. കാരണം സ്റ്റാൻലിക്ക് അന്ന് ഇവർ തമ്മിൽ പിരിയുമ്പോൾ വൈജയന്തി പ്രഗ്നൻ്റ് ആയിരുന്നെന്ന് പോലും സ്റ്റാൻലിക്ക് അറിയില്ല. അപ്പോൾ ബാലചന്ദ്രൻ പറയുകയാണ്, ബാലചന്ദ്രൻ വളരെ എന്താ പറയുക അല്ലേ, ബാലചന്ദ്രൻ്റെ അവസ്ഥയും വല്ലാത്തൊരു വിഷമഘട്ടമാണ്. കാരണം ഭാര്യയുടെ പഴയ കാമുകനെ തേടി പോകുക എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എനിക്കറിയില്ല നിങ്ങളെപ്പോലെ ഒരു വ്യക്തിയെ, ഭാര്യയുടെ കാമുകനെ ഇങ്ങനെ വന്ന്, അതും ഭാര്യയുടെ കാമുകൻ മാത്രമല്ല അവളെ വിശ്വസിപ്പിച്ച് അവളെ ജീവിതം
നശിപ്പിച്ച ഒരാളോട് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടതെന്ന് എനിക്കിപ്പോഴും അറിയില്ല. പക്ഷേ എൻ്റെ അവസ്ഥയാണ് ഇങ്ങനെ വന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കേണ്ടതെന്ന് ബാലചന്ദ്രൻ പറയുമ്പോൾ നമുക്കായാലും വളരെ വിഷമം തോന്നുകയാണ്. അപ്പോൾ സ്റ്റാൻലി ചോദിക്കുകയാണ്, നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഞാൻ അവളെ ജീവിതം തകർത്തുന്നോ? ഞങ്ങൾ തമ്മിൽ സ്നേഹത്തിലായിരുന്നു എന്ന് പറയുന്നതിൽ വിശ്വസിക്കാം, പക്ഷേ ഞാൻ എങ്ങനെയാണ് അവളുടെ ജീവിതം തകർത്തത് എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നിങ്ങളവളുടെ ജീവിതം തകർത്തിട്ടില്ലേ? നിങ്ങളവളെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഒരുമിച്ച് ജീവിച്ചതല്ലേ നിങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ സ്റ്റാൻലി ആകെ ഞെട്ടുകയാണ്. അപ്പോൾ സ്റ്റാൻലി ചോദിക്കുകയാണ്, ഇതൊക്കെ ആരാണ് നിങ്ങളോട് പറഞ്ഞു തരുന്നത്? ഇങ്ങനൊരു കള്ളങ്ങളൊക്കെ നിങ്ങളെ ആരാണ് വിശ്വസിപ്പിച്ചത്? വൈജയന്തി ഒരിക്കലും അങ്ങനെയൊന്നും പറയില്ലല്ലോ. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, താൻ നശിച്ചു പോയെന്നും തൻ്റെ ജീവിതം നശിച്ചതാണ് എന്നും ഏതൊരു സ്ത്രീയാണ് തൻ്റെ ഭർത്താവിനോട് തുറന്ന് പറഞ്ഞിട്ടുണ്ടാവുക? നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? നിങ്ങൾക്ക് ഇത്രയ്ക്ക് ബുദ്ധിയില്ലാണ്ടായോ എന്ന് ബാലചന്ദ്രൻ സ്റ്റാൻലിയോട് ചോദിക്കുകയാണ്. അപ്പോൾ സ്റ്റാൻലിക്ക് മനസ്സിലാവുകയാണ് ബാലചന്ദ്രന് എന്തൊക്കെയോ മനസ്സിലായിട്ട് തന്നെയാണ് ബാലചന്ദ്രൻ വന്നിരിക്കുന്നതെന്ന്. അപ്പോൾ ഉടനെ തന്നെ ബാലചന്ദ്രൻ പറയുകയാണ്, അവളും നിങ്ങളും കൂടി ഒരുമിച്ച് ജീവിച്ചിരുന്നു എന്നതിന് യഥാർത്ഥ തെളിവ് എൻ്റെ വീട്ടിലുണ്ട്. അതെ, നിങ്ങളുടെ അവഹിത സന്തതി ഇപ്പോഴും എൻ്റെ വീട്ടിൽ ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറയുമ്പോൾ സ്റ്റാൻലി വളരെ ഷോക്കാവുകയാണ്. അപ്പോൾ സ്റ്റാൻലി ചോദിക്കുകയാണ്, നിങ്ങൾ എന്തൊക്കെയാണ് ഈ വിളിച്ച് പറയുന്നത്? അങ്ങനെയൊക്കെ ഒരു കാര്യം നടന്നിട്ട് പോലും ഇല്ല എന്ന് സ്റ്റാൻലി പറയുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുകയാണ്, മിസ്റ്റർ, നിങ്ങൾക്ക് എന്നെ കണ്ടിട്ട് ഞാനൊരു ഭ്രാന്തനാണെന്ന് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ തന്നെ ഒരു ഭാര്യയെക്കുറിച്ചിട്ട് ഭർത്താവ് ഒരു കാമുകനോട് പറയുന്ന രീതിയിൽ തന്നെയാണോ ഞാനീ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? നിങ്ങൾക്കങ്ങനെ തോന്നുന്നുണ്ടോ? നിങ്ങളെ കാണാൻ ഇത്രയ്ക്ക് വർഷങ്ങൾക്ക് ശേഷം ഞാനിവിടെ വരണമെങ്കിൽ അതിൻ്റേതായ കാരണങ്ങളുണ്ടെന്നെങ്കിലും മനസ്സിലാക്കാനുള്ളൊരു കഴിവ് നിങ്ങൾക്കില്ലേ? ബാലചന്ദ്രൻ പറയുന്നതെല്ലാം കേട്ടിട്ട് സ്റ്റാൻലി ആകെ ഷോക്കായി നിൽക്കുകയാണ്. ബാലചന്ദ്രൻ എന്താണ് പറഞ്ഞു വരുന്നതെന്ന് മനസ്സിലാവാതെ ഇങ്ങനെ സ്റ്റാൻലി ബാലചന്ദ്രനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ഇനി ബാലചന്ദ്രൻ അലീനയെക്കുറിച്ചൊക്കെ പറയുന്നൊരു എപ്പിസോഡുമായിട്ട് നാളെ കാണാം. ബൈ.